ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപക ജീവിതം യാഥാർത്ഥ്യ തലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിജ്ഞാബദ്ധരായ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കേറ്ററ്റ് ഉദ്യോഗാർത്ഥികളെ, ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നിതാ ഇവിടെ എഡ്യൂക്കേഷൻ സൈക്കോളജി, പെഡഗോജി, മെത്തഡോളജി എന്നീ മേഖലകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, ടോപ്പിക്ക് ഇതിനെയൊക്കെ കുറിച്ച് ആധികാരികമായി പറയും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിതാ ഇവിടെ ഞങ്ങൾ സമാരംഭിക്കുകയാണ് കാറ്റഗറി 1-ന്റെ ജനറൽ പേപ്പർ സിലബസ് ഡിസ്കഷൻ. തുടങ്ങല്ലേ സാറേ? തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും നമ്മുടെ യോധനെ കുറിച്ച് ഇവർ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ട്, പറയേണ്ട കാര്യമില്ല. യോധയിൽ എത്രയും പെട്ടെന്ന് വരിക. ഈ 60 ദിവസത്തെ കോച്ചിങ് കൊണ്ട് കേറ്ററ്റ് നേടിയെടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. സോ നമുക്ക് സിലബസിലേക്ക് ഡയറക്റ്റ് പോകാമല്ലേ സാറേ? ഡയറക്റ്റ് പോകാം. ഓക്കെ, ഇതേ ഒരു ടീം ഇവിടെ റെഡിയാണ്. ഇതിനോടകം തന്നെ ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. നമുക്ക് കേറ്ററ്റ് 1-ന്റെ കാറ്റഗറി 1-ന്റെ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോഗി എന്ന് പറയുന്ന ടോപ്പിക്കിലെ ആ ഒരു സിലബസിനകത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തത നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് സാറേ? ആദ്യമേ നമുക്ക് 15 മാർക്ക് കൊടുത്തിരിക്കുന്നത് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ്. ടോട്ടൽ 30 മാർക്കിൽ 15 മാർക്ക് ചൈൽഡ് ഡെവലപ്മെന്റ്, അതായത് ശിശുവിന്റെ വികാസവും അതുപോലെ തന്നെ അവന്റെ പഠനവും എന്ന് പറയുന്ന മേഖലയിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ അതിൽ നമുക്ക് ആദ്യമേ കാണാൻ കഴിയും മെത്തേഡ്സ് ഓഫ് സ്റ്റഡിങ് ചൈൽഡ് ബിഹേവിയർ. ഒരു കുട്ടിയുടെ വ്യവഹാരത്തെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. BEd-നായാലും TTC-ക്കായാലും DELD-നായാലും നമ്മൾ ആദ്യമേ പോയി പഠിക്കുന്ന സൈക്കോളജി എന്ന് പറയുന്നത് മെത്തേഡ്സ് ഓഫ്, അല്ലേ? ഈ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും ആധുനികതയിൽ, ഏറ്റവും പൗരാണികതയിൽ നിന്നിട്ടുള്ള ഒബ്സർവേഷൻ മുതൽ, കേസ് സ്റ്റഡി മുതൽ, ഇൻ്റർവ്യൂ മുതൽ, അനക്ഡോട്ടൽ റെക്കോർഡ് മുതൽ, ക്യുമുലേറ്റീവ് റെക്കോർഡ് മുതൽ, ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയില്, അതുപോലെ തന്നെ സോഷ്യോമെട്രി, അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 17 എണ്ണം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം ഒരു 17ഓളം മെത്തേഡ്സ് ആണ് നമ്മൾ ഈ മെത്തേഡ് ഓഫ് സ്റ്റഡിങ് ചൈൽഡ് ഡെവലപ്മെന്റിൽ, ചൈൽഡ് ബിഹേവിയറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. സൈക്കോളജിക്കൽ ടെസ്റ്റുകളും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ദെൻ നമുക്ക് വീണ്ടും എടുക്കാൻ കഴിയുന്നതാ ഈ 2 പോർഷൻസ് നമുക്കും എടുക്കാം. അതായത് കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഇത് രണ്ടും കണക്റ്റഡ് ആണ്. കാരണം വികസനം, ഡെവലപ്മെന്റ് എന്താണെന്ന് പറയുന്നു. ആ ഡെവലപ്മെന്റിന്റെ 2 പ്രധാനപ്പെട്ട ലോസ്, അതുപോലെ തന്നെ അതിൻ്റെ പ്രിൻസിപ്പിൾസ്, വികാസ തത്വങ്ങൾ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, അല്ലേ? അതിൽ വളർച്ചയും വികാസവും തമ്മിലുള്ള വ്യത്യാസം, ഇതെങ്ങനെ പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നു, ഇതെങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന ഫാക്ടർ ഗ്രോത്ത് ആണോ, ഇന്ന ഫാക്ടർ ഡെവലപ്മെന്റ് ആണോ എന്ന് പറയുന്ന ഒരു ഭാഗം. 1-ന്റെ സിലബസ് നോക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞാൽ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാവുന്നതാണ് മനസ്സിലാക്കുക. അടുത്തൊരു ഭാഗം നോക്ക് സാറേ. ഇനി അതുപോലെ തന്നെയാണ് മറ്റൊന്ന് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഹെറിഡിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം ജന്മസിദ്ധമായി കിട്ടുന്ന ഒരു സാഹചര്യമാണ്. ഇതിന് നമുക്ക് പാരമ്പര്യം എന്ന് പറയാം. അതുപോലെ തന്നെ എൻവയോൺമെന്റിനെ നമുക്ക് പര്യാവരണം എന്ന് മലയാളത്തിൽ പറയാം. പാരമ്പര്യവും പര്യാവരണവും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് എന്താണ്, ഹെറിഡിറ്ററി ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഹെറിഡിറ്ററിയാണ് ഡെവലപ്മെന്റ് അടിസ്ഥാനം എന്ന് പറയുന്ന ആൾക്കാർ ആരൊക്കെ, അതുപോലെ തന്നെ എൻവയോൺമെന്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ, അതൊക്കെയാണ് ആ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ദെൻ പിന്നെ ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, കോൺസെപ്റ്റ് ഓഫ് ലേണിംഗ്, പഠനവുമായി ബന്ധപ്പെട്ട്. ഇപ്പം തന്നെ സൈക്കോളജിയുടെ ആദ്യത്തെ ചോദ്യം ലേണിംഗിന്റെ ഡെഫിനിഷൻ ആയിരുന്നു, അല്ലേ? ആദ്യത്തെ ചോദ്യം തന്നെ ജനറൽ ആയിട്ട് ലേണിംഗിന്റെ ഡെഫിനിഷൻസ് ആണ്. ഓക്കെ, സിമ്പിൾ ആയിട്ട്, അതായത് നമ്മൾ സാധാരണഗതിയിൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവരും ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാ, എല്ലാ കാലവും ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാ. നമുക്ക് 15 മാർക്ക് എന്ന് പറഞ്ഞാൽ 1-2 മാർക്ക് മാത്രം വരുന്ന ഈ ഭാഗമല്ല, അല്ലെങ്കിൽ 3 മാർക്ക് വരുന്ന ഈ ഭാഗമല്ല, ബാക്കി 12ഓളം മാർക്ക് വരുന്ന മറ്റു ഭാഗങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. കാരണം എല്ലാവരും എന്നും പാവ്ലോവും സ്കിന്നറും, അതുപോലെ തന്നെ ജസ്റ്റാൾട്ട് ലോസും, അതുപോലെ തന്നെ പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കിയുടെ ഇവരുടെ കോഗ്നിറ്റീവ് ലേണിംഗ് തിയറീസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊരു മാറ്റം വരണം. എങ്കിലും ഇത് വേണ്ട എന്നല്ല, ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് കണ്ടീഷനിങ് ആണ്. പാവ്ലോവിന്റെയും സ്കിന്നറുടെയും, പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്, സ്കിന്നറുടെ ഒപ്പാരൻ കണ്ടീഷനിങ്, ഓപ്പറൻ കണ്ടീഷനിങ്, ചോദിക്കാവുന്ന. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് 6 ലോസ് എപ്പോഴും ചോദിക്കുന്നതാണ്. ചിത്രങ്ങളൊക്കെ തന്നിട്ട് ജസ്റ്റാൾട്ട് ലോ ഓഫ് പ്രോക്സിമിറ്റി, ലോ ഓഫ് കണ്ടിന്യൂറ്റി, ലോ ഓഫ് ക്ലോഷർ,
ലോ ഓഫ് സിമിലാരിറ്റി, 5 ഫിനോമിനൻ ഒക്കെ ചോദിക്കുന്ന അത് തന്നെ. ഓക്കെ. അപ്പം സാമീപ്യ നിയമം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ വരുന്ന ഇൻസൈറ്റ് ലേണിംഗിൽ ജസ്റ്റാൾട്ട് തിയറി. ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾക്ക് കോഹ്ലറെ കൂടി ഉൾപ്പെടുത്തണം. കാരണം കോഹ്ലർ ചിമ്പാൻസി സുൽത്താൻ എന്ന് പറയുന്ന ചിമ്പാൻസിയെ പരീക്ഷണം നടത്തിയ കാര്യം ഇത് റിലേറ്റഡ് ആണ്, ഈ പറയുന്ന ലോസുമായി റിലേറ്റഡ് ആണ്. ഓക്കെ, ദെൻ ഇനി നമുക്ക് റിലേഷൻ ബിറ്റ്വീൻ ഡെവലപ്മെന്റ് ആൻഡ് ലേണിംഗ് അല്ലെ, പഠനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതായത് മെച്യൂരിറ്റി അങ്ങനത്തെ കുറച്ച് ഡെവലപ്മെന്റ് വരുന്നതനുസരിച്ച് ഓരോ കാലഘട്ടത്തിൽ ഏകദേശം ഒരു 12ഓളം ഫാക്ടേഴ്സ് ഉണ്ട് അതിനകത്ത്. ഫാക്ടേഴ്സ് എങ്ങനെ ലേണിംഗുമായി റിലേറ്റ് ചെയ്യുന്നു എന്ന് അവിടെ പറയുന്നുണ്ട്. ഓക്കെ, ദെൻ പിയാഷെ, കോൾബർഗ് ആൻഡ് വൈഗോട്സ്കി, അതായത് കൺസ്ട്രക്ട്, അതായത് നമുക്കറിയാം ഈ കൺസ്ട്രക്ട്സ് എന്ന് പറയുന്നത് ജ്ഞാനനിർമ്മിതി അല്ലെങ്കിൽ ജ്ഞാതൃവാദം എന്ന് പറയുന്നതാണ്. കൺസ്ട്രക്ട് അപ്രോച്ച് ഉണ്ട്, നമ്മൾ നേരത്തെ ഇവരുടെ ലേണിംഗ് തിയറീസ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. എന്നാൽ ഇത് പിയാഷെ, കോൾബർഗ്, വൈഗോട്സ്കിയുടെ കൺസ്ട്രക്ട് അപ്രോച്ച് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അത് പലർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇവരുടെ 3 പേരുടെ തിയറി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്നതാണ് ആ ഒരു മേഖല. തീർച്ചയായിട്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ്. ചൈൽഡുമായിട്ട് ബന്ധപ്പെട്ട വളരെ ജനറൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണല്ലോ സാറേ. ചൈൽഡ് സെന്റേർഡ്, ചൈൽഡ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ, ആക്ടിവിറ്റി ബേസ്ഡ് മെത്തേഡ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്, പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്. അതായത് നമ്മളെ പഠനവുമായി ബന്ധപ്പെട്ട വിവിധ തലങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടുക എന്നുള്ളത് ഈ ജനറൽ പേപ്പർ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നമുക്ക് ഇവിടെ ഈ കോൺസെപ്റ്റ് ഓഫ് ദി ചൈൽഡ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല നമുക്ക് വരുന്നത്. നമ്മൾ ഇതിനെ സ്പെസിഫൈ ചെയ്തുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ, ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻ, അതിൽ ചൈൽഡിനെ എങ്ങനെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അവനോടുള്ള അപ്രോച്ച് എങ്ങനെയായിരിക്കണം, ഏതൊക്കെ മെത്തേഡ്സ് നമുക്ക് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം, അവന്റെ സോഷ്യോ കൾച്ചറൽ ആസ്പെക്ട് എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഏരിയ. ഒറ്റ തവണ കേട്ടാൻ പറ്റും, കാരണം ഇതിനകത്ത് ഉത്തരമല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഓക്കെ, 2 മാർക്ക് മസ്റ്റ്. 2 മാർക്ക് മസ്റ്റ്. പക്ഷെ നമുക്കിവിടെ തന്നിരിക്കുന്നത് ഒത്തിരി ഇന്റലിജൻസ് തിയറീസ് ഉണ്ട്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് സ്പിയർമാന്റെ 2 ഫാക്ടർ തിയറി, ഗിൽഫോർഡിന്റെ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട്, അതായത് ബുദ്ധിയുടെ ഘടന മാതൃക, ദെൻ തേഴ്സ്റ്റന്റെ ഗ്രൂപ്പ് ഫാക്ടർ തിയറി അല്ലെ, അതുപോലെ തന്നെ ഹൊവാർഡ് ഗാർണറിന്റെ ബഹുമുഖ ബുദ്ധി, മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. ഈ സാധനങ്ങൾ ഇതിലെ ഗാർഡനറെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, കാരണം അവിടെ നിന്നാണ് ആപ്ലിക്കേഷൻ. 1 മാർക്ക് അദ്ദേഹത്തിന്റെ 7+2 ഇന്റലിജൻസിൽ നിന്നും 1 മാർക്ക് എപ്പോഴും വരുന്നതാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ ഇന്റർപേഴ്സണലും ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസും ആണ് ചോദിക്കുന്നത്. ഓക്കെ, ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുള്ള പോർഷൻ ആണ് അല്ലേ, കാരണം ചോംസ്കി ഉത്തരം എഴുതും. മാത്രമല്ല ഈ വൈഗോട്സ്കിയും പിയാഷിയും എപ്പോഴും ഇവർ തമ്മിൽ കുട്ടികൾക്ക് മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷെ ഇനി മിസ്റ്റേക്കിന്റെ ആവശ്യമില്ല, കാരണം രണ്ടും ഒരു അപ്രോച്ചിന്റെ പുറകിലായിരുന്നുവെങ്കിലും 2 പേരും തമ്മിൽ സാമ്യതകൾ ഒരുപാടുണ്ട്, എങ്കിലും ഒരുപാട് വൈജാത്യങ്ങളുമുണ്ട്. സാമ്യതകൾ ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല, പക്ഷേ ഈ ഡിഫറൻസ് ഇവർ തമ്മിൽ എപ്പോഴും ചോദിക്കും. നോം ചോംസ്കി നമുക്ക് സ്വതന്ത്രമായിട്ട് നിന്ന് പഠിക്കാം. എപ്പോഴും ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്, യൂണിവേഴ്സൽ ഗ്രാമർ ഒക്കെ വരും. പക്ഷേ വൈഗോട്സ്കിയും പിയാഷയും നമുക്കൊരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അവരുടെ ഡെഫിനിഷൻസ് ഒക്കെ അതിനെ സെറ്റ് ചെയ്ത് തരാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കി കഴിഞ്ഞു. ഓക്കെ, ഒറ്റ പ്രാവശ്യം. ഓക്കെ, ദെൻ ഇവിടെയാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ വലച്ചു. ഒരു ക്വസ്റ്റ്യൻ വരും, അത് കൺഫ്യൂഷൻ അടിച്ച് നമുക്ക് ഓപ്ഷൻ 4 ഉത്തരമായി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് ഞങ്ങൾ വേറെ ഒരു സ്ട്രാറ്റജി ഇവിടെ അഡോപ്റ്റ് ചെയ്യുന്നു. കാരണം നിങ്ങൾക്കറിയാം, ജെൻഡർ ബയാസ് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടായിട്ട് തോന്നും. കാരണം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് തിയറിയാണ് അല്ലേ സാറേ, ഇത് തിയറിയാണ്. നമുക്ക് ശരിയായിട്ട് തോന്നുന്ന ഉത്തരവാണോന്നില്ല, അവിടെയാണ് കൺഫ്യൂഷൻ വരുന്നത്. തിയറട്ടിക്കൽ ആസ്പെക്റ്റിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ കിട്ടും കൃത്യമായിട്ട്. ആ തിയറട്ടിക്കൽ ആസ്പെക്ട് എന്തുവാണെന്ന് എൻട്രി വിൽ പ്രൊവൈഡ്. ഓക്കെ, ജനറൽ ആയിട്ട് അതിനകത്ത് ജെൻഡർ ഇൻഇക്വാളിറ്റി എപ്പോഴും ചോദിക്കാറുണ്ട്. അതായത് പുരുഷനെ സ്ത്രീനെയും വ്യത്യസ്തമായിട്ട് സൊസൈറ്റി ട്രീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നതാണ്. അതൊക്കെ ജനറൽ ആയിട്ട് ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, അറിയാലോ, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എല്ലാവരും ഒരുപോലെയാണോ? വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസങ്ങളെ ഒരു ലേണറെ മറ്റൊരു ലേണറിൽ നിന്നും ഡിഫറൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ വ്യത്യസ്തമാക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ലാംഗ്വേജ്, കാസ്റ്റ്, ജെൻഡർ, കമ്മ്യൂണിറ്റി, റിലീജിയൻ, എക്സെട്ര എന്ന് പറയുന്നൊരു സാധനം ഇവിടെ തന്നിട്ടുള്ള കാര്യം അറിയാമല്ലോ. അപ്പോൾ അവിടെ ഈ പറയുന്ന ഒരു ലേണറിന്
എന്തെല്ലാം ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ടാകാം. ഹെറിഡിറ്റി വ്യത്യാസമാണ്, എൻവയോൺമെൻറ്റ് വ്യത്യാസമാകാം, സോഷ്യൽ കൾച്ചറൽ എക്കണോമിക്, നിരവധി ആസ്പെക്റ്റുകളിൽ ഡിഫറൻസ് ഉണ്ടാകുന്ന ഒരു കുട്ടി. അതിപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ 40 കുട്ടികൾ ക്ലാസ് ഇരിക്കുന്നത് 40 പേരും എൻ്റെ പരസ്പരം എന്തായിരിക്കും, ഈ ഒരു കാര്യത്തിൽ അധ്യാപകൻ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കും. ഈ പദം കൃത്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അതാണ് ടീച്ചർ എന്ന് പറയുന്നത്. 40 കുട്ടികളുണ്ടെങ്കിൽ 40 പേരെയും ട്രീറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഓരോരുത്തരുടെ വ്യത്യാസം അറിയണം. എനിക്ക് തോന്നുന്നു ഇത് ക്ലാസ് എടുക്കുന്നതിനേക്കാൾ നല്ലത് ഈ ടോപ്പിക്ക് PYQ ഡിസ്കസ് ചെയ്താൽ തന്നെ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നു. മുഴുവൻ PYQയിലൂടെയും കടന്നു പോകും. അപ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ അസസ്മെന്റ് ഓഫ് ലേണിംഗ്, അസസ്മെന്റ്. ഇവിടെ നോക്കുക, ഈ ഒരു സാധനം എന്ന് പറയുന്നത് അസസ്മെന്റ് മുതൽ ഗ്രേഡിംഗ് വരെ തീർച്ചയായിട്ടും എത്ര ക്വസ്റ്റ്യൻസ് അല്ല, ഒരു 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അസസ്മെന്റ് ഉണ്ട്, ഇവാലുവേഷൻ ഉണ്ട്, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ഉണ്ട്, ദെൻ ഗ്രേഡ് ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടിയും കൊടുക്കും. എന്തോ സാറേ, അച്ചീവ്മെന്റ് ടെസ്റ്റും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റും കൂടെ കൊടുക്കാം അല്ലേ? അച്ചീവ്മെന്റ് ടെസ്റ്റും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റും കൊടുത്തിട്ട് വേണമെങ്കിൽ ഒരു റെമഡിയൽ ടീച്ചിങ്സ് കൂടെ കൊടുത്ത് പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് വേണ്ട, കാരണം അത് അഭിക്ഷമതയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം ആ സാധനങ്ങളും കൂടെ ഞങ്ങൾ അങ്ങ് തരുമ്പോഴത്തേക്ക് അത് ഗ്രേഡിങ്ങും അസസ്മെന്റും ഇവാലുവേഷനും അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ടെസ്റ്റുകളും കൂടെ ആകുമ്പോഴത്തേക്ക് അതിന്റെ റിലയബിലിറ്റിയും ഒബ്ജക്ടിവിറ്റിയും വാലിഡിറ്റി ഒക്കെ ആകുമ്പോഴത്തേക്ക് സംഭവം സെറ്റ് ആയിരിക്കും. ഗ്രേഡിങ്ങിനകത്താണ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ് വരുന്നത്, റിലേറ്റീവ് ഗ്രേഡിംഗ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ഒക്കെ വരുന്നത് എപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഇത് രണ്ടുമാണ്, സൈക്കോ അനലിറ്റിക്കും ട്രൈറ്റും. അത് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. കാര്യം ട്രൈറ്റ് തിയറി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ 3 സവിശേഷതകളും ഡെഫിനിഷനും ഒരു 5 സ്റ്റേറ്റ്മെന്റ്, അദ്ദേഹം പറഞ്ഞ ഡെഫിനിഷൻസ്, അതിന്റെ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അത് ആൽപോർട്ടിന്റെ ഡെഫിനിഷനിൽ തന്നെ പറയുന്ന ഒരു 5 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് ഈ ട്രൈറ്റ് പേഴ്സണാലിറ്റിക്ക്. അത് നമ്മളങ്ങ് പഠിക്കുന്നു. അത് തന്നെയാണ് ഇതുവരെയും ചോദിച്ചിട്ടുള്ളത്, ഡയറക്റ്റ്. പിന്നെ സൈക്കോ അനലിറ്റിക്കിൽ വരുമ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ വ്യക്തിത്വത്തിന്റെ ചലനാത്മകത, വ്യക്തിത്വത്തിന്റെ ഘടന, മനോലൈംഗിക വികാസ ഘട്ടം ആരാണെന്ന് വരെ ചോദിക്കും. സിമ്പിൾ ആയിട്ട് ചോദിക്കാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ദെൻ അദ്ദേഹം ഇത് പഠിച്ചതിന് ശേഷം, അതായത് ഈ സൈക്കോ അനലൈസിസ് പഠിച്ചതിന് ശേഷം സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ സ്റ്റേജും കൂടെ പഠിച്ചിട്ട് വരുമ്പോൾ ഇദ്ദേഹം തന്നെ കൊണ്ടുവന്ന ഈ പ്രൊജക്ഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം അങ്ങ് പോകുന്നു. അത് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം അതിനകത്ത് വരും. അതാണ് 21 മറ്റോ ഉണ്ടല്ലോ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ഉള്ളത്. അത് വൃത്തിയായിട്ട് പഠിക്കാൻ നമ്മളെ പുതിയ ടെക്നിക്സ് ഒക്കെ ഉണ്ട്. വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് അതായത് നമ്മൾ ഓഡിയോ വിഷ്വൽ എയ്ഡിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അത് പഠിപ്പിക്കുന്നുണ്ട്. ലേണിംഗ് ഡിസബിലിറ്റി. ഓക്കെ, ലേണിംഗ് ഡിസബിലിറ്റി. ഇവിടെ ലേണിംഗ് ഡിസബിലിറ്റിക്ക് ചില മെറ്റീരിയൽസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ 40 ലേണിംഗ് ഡിസബിലിറ്റി ഒക്കെ കാണുന്നുണ്ട് സാറേ. എനിക്കറിയത്തില്ല അവർക്ക് എങ്ങനെ 40. നമുക്കറിയാവുന്ന ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്പ്രാക്സിയ, അതുപോലെ ഒരു 6 എണ്ണം. ഈ ഒരു ഏരിയ എപ്പോഴും ചോദ്യം അത് 6 ഉള്ളൂ. ഈ 40 എന്നൊക്കെ പറയുന്നത് ലേണിംഗ് ഡിസബിലിറ്റി അല്ല, ലേണിംഗുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ്. ലേണിംഗ് ഡിസബിലിറ്റിക്ക് കൃത്യമായ ഡെഫിനിഷൻ ഉണ്ട്. ആ ഡെഫിനിഷന്റെ തിയററ്റിക്കൽ ആസ്പെക്ട് ഉണ്ട്, അതിന്റെ കണ്ടന്റുകളുണ്ട്. ഇൻഡെപ്ത് നമുക്കത് പോയി കൃത്യമായി പറയാൻ കഴിയുന്നതാണ്. ഓക്കെ, അടുത്ത ഇപ്പൊ 15 മാർക്കിന്റെ ഒരു ഏരിയ ആണ് സാറ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയല്ലേ. ഈ 15 മാർക്ക് ഏതെല്ലാം മേഖലകളിൽ, അത് കൃത്യമായിട്ട് ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് അടിച്ച് മേഖലകൾ, ഒരു ക്വസ്റ്റ്യൻ അതേപടി റിപ്പീറ്റ് ചെയ്യാനില്ല ഇനി. അതാണ്. അപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ ആ മേഖലയിൽ എന്ത് വന്നാലും പഠിക്കാവുന്ന രീതിയിൽ വൃത്തിയായിട്ട് നമുക്കത് കവർ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തൊരു ഏരിയ ആണ് ലേണിംഗ് ആൻഡ് പെഡഗോജി. ഇവിടെ നോക്കി, ഇവിടെ ഞങ്ങൾക്ക് ഒരു ഇൻഡിവിജ്വലിനെ എന്ന് പറയുന്ന ഒരു ഫിലോസഫറെ എടുത്തു വെച്ചിട്ട് ഇതാണ് അദ്ദേഹം പറഞ്ഞത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് തിയറി ഇതാണെന്ന് പറയാൻ പറ്റില്ല. ബി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് എടുത്തു വെച്ചിട്ട് അത് കാണിച്ചു തരാൻ പറ്റത്തില്ല. സി എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെന്റ് എടുത്ത് വെച്ച് കാണിക്കാൻ പറ്റത്തില്ല. ഈ സാധനം എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ലെവലാണ്. ക്ലാസ് റൂമിൽ എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിൻ്റെ പല സൈഡുകളുണ്ട്. പല സൈഡുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആസ്പെക്റ്റുകളുണ്ട്. ഇപ്പോൾ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്, ഇപ്പോൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു കുട്ടിയെ ഒരു അധ്യാപകൻ ചെന്ന് ഒരു അടി കൊടുക്കുന്നതാണോ, അതോ അവൻ്റെ ശ്രദ്ധ അധ്യാപകനിലേക്ക് വരാൻ വേണ്ടിയുള്ള പരിഹാരങ്ങൾക്ക് ശ്രമിക്കുന്നതാണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടി കൊടുക്കുന്നതിന് ഒരിക്കലും അനുകൂലിക്കത്തില്ല. അതുപോലെയുള്ള ചോദ്യങ്ങൾ, അതായത് നമുക്ക് നമ്മുടെ ലോജിക് ഉപയോഗിച്ച് ശരിക്കും സിലബസിന്റെ അവസാനം പറയുന്നുണ്ട് ഇതിന്റെ ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് വളരെ കൃത്യമായിട്ട് പറയുന്നു. സോഷ്യൽ കണ്ടക്സ്റ്റ് ഓഫ് ലേണിംഗ് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ മതി. ഓക്കെ, ദെൻ അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്നു ചൈൽഡ് ആസ് എ പ്രോബ്ലം സോൾവർ ആൻഡ് സയന്റിഫിക് ഇൻവെസ്റ്റിഗേറ്റർ, കൺസെപ്റ്റ് ഓഫ് ദ നേച്ചർ ഓഫ് ചൈൽഡ് ബൈ പിയാഷെ, ബ്രൂണർ ആൻഡ് വൈഗുഡ്സ്. ഇവരുടെ
സിദ്ധാന്തങ്ങളിൽ അധിഷ്ഠിതമായി കുട്ടി എങ്ങനെയാണ് എന്നുള്ളത് ഓരോരുത്തരും കുട്ടിയെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തതെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അതായത് എവിടെ ഒരു പ്രോബ്ലം ഇടുമ്പോൾ ആ കുട്ടിയെ നിങ്ങൾ നിർവചിക്കേണ്ടത് ബേസ്ഡ് ഓൺ ദീസ് ത്രീ പേഴ്സൺസ് തിയറീസ്. ഇവരുടെ കാര്യങ്ങൾ പഠിക്കുന്നത് നമ്മൾ ഓൾറെഡി സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് പഠിക്കുന്നു. 2 തലങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ കാര്യങ്ങൾ കവർ ചെയ്ത് പോകുന്നതാണ്. അതിനകത്ത് തന്നെയാണ് ചോദ്യങ്ങൾ ചോദിക്കാറ്. ഓക്കെ, ആൾട്ടർനേറ്റീവ് കൺസെപ്റ്റ് ഓഫ് ലേണിംഗ് ഇൻ ചിൽഡ്രൻ, അണ്ടർസ്റ്റാൻഡിംഗ് ചിൽഡ്രൻസ് എറേഴ്സ് ആൻഡ് സിഗ്നിഫിക്കന്റ് സ്റ്റെപ്സ് ഇൻ ദ ലേണിംഗ് പ്രോസസ്, സെൽഫ് കറക്റ്റീവ് നേച്ചർ ഓഫ് ദി ചൈൽഡ്. നേരത്തെ പറഞ്ഞതുപോലെ ആ 10 മാർക്കിന്റെയും ലെവലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. ഓക്കെ, ഇമോഷൻ, കൊഗ്നിഷനും ഇമോഷനും ഒക്കെ അവിടെ ഇമോഷൻസുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ക്യാരക്ടേഴ്സ് ഇതെല്ലാം കുട്ടിയുടെ തന്നെ സവിശേഷതകളിൽ വരുന്ന കാര്യങ്ങളാണ്. അതായത് നമുക്ക് നോക്കാം, ഈ കൊഗ്നിറ്റീവ് എലമെന്റുകൾ അത്രേ ഉള്ളൂ. കൊഗ്നിറ്റീവ് എലമെന്റുകൾ എന്തൊക്കെയാണ്? തിങ്കിങ്, റീസണിങ്, പ്രോബ്ലം സോൾവിങ്, മെറ്റാകോഗ്നിഷൻ പാർട്ട് ഓഫ് കോഗ്നിഷൻ, ഡയറക്റ്റ് ചോദിക്കുന്നതാണ്. അതീത ചിന്ത എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ. ഇതൊക്കെ നമ്മുടെ തലച്ചോറ് കൊണ്ട് ചെയ്യുന്നതാണ് അല്ലേ? ഈ തലച്ചോറ് കൊണ്ട് ചെയ്യുന്ന നമ്മുടെ തലച്ചോറ് കൊണ്ട് ചെയ്യുന്ന ആസ്പെക്റ്റുകളാണ് കൊഗ്നിറ്റീവ് എലമെന്റുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ ഇമോഷൻസ് പറയുമ്പോൾ ഒറ്റ ഒരാളുടെ പേരേ ഉള്ളൂ അല്ലേ? ബ്രിഡ്ജസ്, കാതറിൻ ബ്രിഡ്ജസിന്റെ ബ്രിഡ്ജസ് ചാർട്ട്. കാതറിൻ ബ്രിഡ്ജസ് ഫോളോ ചെയ്ത് വരും. കാതറിൻ ബ്രിഡ്ജസിന്റെ ഇതിനകത്ത് പിന്നീട് പറയുന്നു എപ്പോഴും ഉണ്ടാവും. ആ ബ്രിഡ്ജസിൽ ഓരോ സ്റ്റേജിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദെൻ ഇവിടെ നോക്കുക, പഠനവും അതുപോലെ തന്നെ ആ പഠനത്തെ എങ്ങനെ അഭിപ്രേരണ, മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ നീഡ് തിയറി ഉണ്ട്, എബ്രഹാം മാസ്ലോയുടെ ഹയറാർക്കിക് തിയറി ഓഫ് ലേണിംഗ്. ഇതിൽ ഏറ്റവും ഇൻഫ്ലുവൻസ് കാരണം അത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വേറെ നീഡ് തിയറി വന്നിട്ടില്ല, മോട്ടിവേഷൻ സർക്കിൾ വന്നിട്ടില്ല, അതൊന്നും വന്നിട്ടില്ല. മാസ്ലോയുടെ തിയറിയാണ് വന്നേക്കുന്നത്. എന്തെല്ലാമാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കാറ്റഗറി 1 ജനറൽ പേപ്പർ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി മനസ്സിലായല്ലോ, ഞങ്ങൾ യോധ ബാച്ചിനെ സംബന്ധിച്ചിട്ട് ഉള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഓൾറെഡി എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു കോഴ്സ് ഏറ്റവും മികച്ച രീതിയിൽ 60 ദിവസം കൊണ്ട് കേറ്ററ്റ് ക്വാളിഫൈഡ് ആവുന്നതിന് നിങ്ങളെ സഹായിക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അല്ലെ വ്യത്യസ്തമായ ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് വീണ്ടും മുമ്പോട്ട് കാണാം. കാറ്റഗറി 2-ന്റെയും 3-യുടെയും സിലബസ് ഡിസ്കഷൻ ഇതേപോലെ തന്നെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. സോ കാത്തിരിക്കുക. എല്ലാവർക്കും നന്ദി.